നമസ്കാരം, എല്ലാവർക്കും എയിം സ്റ്റഡീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ കേരളത്തിലെ വിവിധ ജില്ലകളിലുള്ള വിവിധ സ്കൂളുകളിലെ ഡെയിലി വേജസ് അപ്ഡേറ്റ്സ് നോക്കിയാലോ. അപ്പോൾ അതിനു മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഇതിന്റെ എല്ലാം PDF രൂപത്തിലും റിപ്പോർട്ട്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ഓൾ കേരള വേക്കൻസി ചാനലിലേക്ക് ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഡെയിലി ഉള്ള അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് നമ്മുടെ ചാനലിലൂടെ ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം ഡെയിലി വേജസ് ആയിട്ട് ഒരു ടീച്ചർ ആയിട്ട് കയറണമെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കേഡറ്റ് അവിടെ കൂടിയേ തീരൂ. അപ്പോൾ കേഡറ്റ് എത്രയും പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കുക. കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ സ്റ്റഡി സെന്ററിൽ ആരംഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അടുത്ത LPUPക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും ആരംഭിച്ചോളാം. കേഡറ്റ് ക്വാളിഫൈഡ് ആയവർക്ക് എന്താണ് ഇനി ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അവസരമാണ് LPUP, കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ കേഡറ്റ് കാറ്റഗറി 1, 2, 3, 4 എന്നിവിടെ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ചുകളാണ്. ഈ അവസരം പാഴാക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക, പഠനം ആരംഭിക്കുക. അപ്പൊ ഇന്നത്തെ വേക്കൻസി നോക്കാം. ഫ്രണ്ട്സിലേക്ക് കൂടെ തീർച്ചയായും ഷെയർ ചെയ്ത് കൊടുക്കണേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ മാതൃഭൂമിയിൽ മാത്രമല്ല കേട്ടോ, മാതൃഭൂമി, മനോരമ അങ്ങനെയുള്ള എല്ലാ പ്രമുഖ പത്രങ്ങളിലും വന്ന ഡെയിലി വേജസ് അപ്ഡേറ്റുകളും നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൂടെ ഷെയർ ചെയ്താൽ അവർക്ക് ഉപകാരപ്പെടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇപ്പൊ ഇന്നത്തെ വേക്കൻസികൾ നോക്കാം. ചെറുന്നിയൂർ ഗവൺമെന്റ് HSS ഹയർ സെക്കൻഡറി വിഭാഗം കെമിസ്ട്രി അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്നുണ്ട്. കവലയൂർ ഗവൺമെന്റ് HSS ഹയർ സെക്കൻഡറി വിഭാഗം മാത്തമാറ്റിക്സ് അഭിമുഖം 8-ാം തീയതി തിങ്കളാഴ്ച 11 മണിക്കാണ് നടക്കുന്നത്. വർക്കല കവലയൂർ ഗവൺമെന്റ് HSS ഹയർ സെക്കൻഡറി വിഭാഗം HST ജൂനിയർ മാത്തമാറ്റിക്സ് 8-ാം തീയതിയാണ് അഭിമുഖം. വെള്ളനാട് G കാർത്തികേയൻ സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ്, റഷ്യൻ, ജൂനിയർ ഇംഗ്ലീഷ് വിഭാഗങ്ങളിൽ എക്കണോമിക്സ് ജൂനിയർ എന്നിവയ്ക്കും അഭിമുഖം 22-ാം തീയതി രാവിലെ 10 മണിക്ക് നടക്കുന്നുണ്ട്. ബാലരാമപുരം അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂളിൽ ജൂനിയർ ഹിന്ദി ഫുൾ ടൈം അഭിമുഖം 9-ാം തീയതി രാവിലെ 10 മണിക്കാണ്. നെടുമങ്ങാട് പങ്ങുമൂട് ഗവൺമെന്റ് LP സ്കൂളിൽ LPST അഭിമുഖം 9-ാം തീയതി 11 മണിക്കാണ് നടക്കുന്നത്. ഓക്കെ, പള്ളിപ്പുറം കേന്ദ്രീയ വിദ്യാലയം സ്പോർട്സ് കോച്ചിങ്ങിന്റെ പ്രൈമറി വിഭാഗത്തിൽ അധ്യാപകരെ ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 10-ാം തീയതി രാവിലെ 9:30-നാണ്. തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ നഴ്സിംഗ് കോളേജിൽ ബോണ്ട് ലെക്ചർമാരുടെ ഒഴിവിലേക്കുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 15-ാം തീയതി 10:30-ന് നടക്കും. MSc നഴ്സിംഗ് യോഗ്യതയും KNMC രജിസ്ട്രേഷനുള്ള ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാവുന്നതാണ്. തിരുവനന്തപുരം നാലാഞ്ചിറ കറ്റച്ചകോണം ഗവൺമെന്റ് HST വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഹിന്ദി അധ്യാപക ഒഴിവുകളിലേക്ക് 9-ാം തീയതി 10 മണിക്കാണ് ഇന്റർവ്യൂ. കരമന നെടുങ്കാട് ഗവൺമെന്റ് UP വിഭാഗം അധ്യാപക ഒഴിവുകളിലേക്ക് അഭിമുഖം 9-ാം തീയതി 10 മണിക്കാണ് നടക്കുന്നത്. അടുത്തത് കൊല്ലം ജില്ലയിലെ ഒഴിവുകൾ നോക്കാം. കൊല്ലം ഇരവിപുരം ഗവൺമെന്റ് VHSS നോൺ വൊക്കേഷണൽ ജൂനിയർ ഇംഗ്ലീഷ് തസ്തികയിൽ താൽക്കാലിക അധ്യാപക അഭിമുഖം തിങ്കളാഴ്ച 10:30-നാണ് നടക്കുന്നത്. അതേപോലെ തന്നെ PM ശ്രീ കേന്ദ്രീയ വിദ്യാലയത്തിൽ TGT തസ്തികയിലേക്കുള്ള അഭിമുഖം 9-ാം തീയതി 8:30-ന് നടക്കുന്നുണ്ട്. കൊല്ലം തന്നെയാണ് അടുത്ത വേക്കൻസിയും വരുന്നത്. ആദിച്ചനല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ കെമിസ്ട്രി, മലയാളം, ഫിസിക്സ് തസ്തികയിലെ അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 8-ാം തീയതി 11 മണിക്കാണ് നടക്കുന്നത്. കടയ്ക്കൽ കുമിൾ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSS വിഭാഗത്തിൽ ജൂനിയർ ഇംഗ്ലീഷ്, കണക്ക്, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ് വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 17-ാം തീയതിയാണ് നടക്കുന്നത്. കൊട്ടാരക്കട നെടുവത്തൂർ ഈശ്വരവിലാസം സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 22-ാം തീയതി 11 മണിക്കാണ് നടക്കുക. ആവണ്ണൂർ ഗവൺമെന്റ് GV LPSS അറബിക് അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 8-ാം തീയതി 11 മണിക്കാണ്. കൊട്ടാരക്കര വാളകം CSI ഭദ്ര വിദ്യാലയത്തിൽ HSS വിഭാഗത്തിൽ കൊമേഴ്സ്, പൊളിറ്റിക്കൽ സയൻസ് അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 10-ാം തീയതി 11 മണിക്ക് സ്കൂളിൽ നടക്കുന്നുണ്ട്. വാളകം പെരുമണ്ണൂർ ഗവൺമെന്റ് LP സ്കൂൾ LPST അഭിമുഖം 8-ാം തീയതി ഉച്ചയ്ക്ക് 3 മണിക്കും. അഞ്ചൽ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്ക് HST UPST അധ്യാപക ഒഴിവുകളിലേക്ക് ചൊവ്വാഴ്ച 10:30-നുമാണ് കൂടിക്കാഴ്ചകൾ നടക്കുന്നത്. തടിയൂർ NSS ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ഫിസിക്സ് അധ്യാപക തസ്തികയിൽ താൽക്കാലിക ഒഴിവുകളുണ്ട്. 24-ാം തീയതി 10 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. കൊക്കാത്തോട് ഗവൺമെന്റ് ഹൈസ്കൂൾ ഫിസിക്കൽ സയൻസ് താൽക്കാലിക അധ്യാപക അഭിമുഖം 8-ാം തീയതി 11 മണിക്കാണ് നടക്കുന്നത്. കലവൂർ PJLP സ്കൂൾ ഫുൾ ടൈം അറബിക് അധ്യാപക തസ്തികയിലേക്ക് അഭിമുഖം 8-ാം തീയതി 2 മണിക്കാണ് നടക്കുന്നത്. മാവേലിക്കര വിദ്യാഭ്യാസ ജില്ലയിൽ എയ്ഡഡ് സ്കൂളിൽ ഇംഗ്ലീഷ്, ഹിസ്റ്ററി, ഹിന്ദി വിഭാഗങ്ങളിലേക്ക് കേട്ടിട്ട് ഉള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ചേർത്തല ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബോട്ടണി ജൂനിയർ ഒഴിവ് അഭിമുഖം 18-ാം തീയതി രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. തുറവൂർ വെസ്റ്റ് ഗവൺമെന്റ് UP സ്കൂളിൽ LPSA UPSC അധ്യാപക ഒഴിവ് അഭിമുഖം 8-ാം തീയതി രാവിലെ 10 മണിക്കാണ് നടക്കുക.
എണ്ണടക്കാട് ഗവൺമെന്റ് UP സ്കൂൾ ഹിന്ദി അധ്യാപക തസ്തികയിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നതിനായി 10-ാം തീയതി 11 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഏറ്റുമാനൂർ ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ HST ഇംഗ്ലീഷ്, HSST മലയാളം തസ്തികകളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നുണ്ട്. ജൂൺ 8-ാം തീയതിയാണ് അഭിമുഖങ്ങൾ നടക്കുക. HST മലയാളം അപേക്ഷകർ രാവിലെ 10-നും HSSTക്കായി ഇംഗ്ലീഷിന് അപേക്ഷകർ ഉച്ചയ്ക്ക് 12-നും എത്തിച്ചേരേണ്ടതാണ്. കോട്ടയം കുടമാളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ്, മാത്സ് വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 18-ാം തീയതി രാവിലെ 11 മണിക്ക് നടക്കുന്നുണ്ട്. കാണക്കാരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഫുൾ ടൈം മിനിസ്റ്റർ താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്ക് രാവിലെ 11:30-ന് സ്കൂൾ ഓഫീസിൽ ഹാജരാകേണ്ടതാണ്. മറ്റകര IHRD മോഡൽ പോളിടെക്നിക് കോളേജ് ലെക്ചർ ഇൻ ഇൻസ്ട്രക്ടറൽ എഞ്ചിനീയറിംഗ് തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുകളിലേക്ക് 8-ാം തീയതി 10 മണിക്കാണ് ഇന്റർവ്യൂ നടക്കുന്നത്. വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മലയാളം ജൂനിയർ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾ സർട്ടിഫിക്കറ്റുകളുമായി 22-ാം തീയതി രാവിലെ 10 മണിക്ക് അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. വാകത്താനം ജെറുസലേം മൗണ്ട് ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. 22-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ഉണ്ടാവും. അവരുടെ മെയിൽ ID പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റെസ്യൂം നിങ്ങൾക്ക് അതിലേക്ക് മെയിൽ ചെയ്യാവുന്നതാണ്. പെരുന്ന NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിസിക്സ് അധ്യാപകന്റെ താൽക്കാലിക ഒഴിവുകളിലേക്ക് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി 23-ന് രാവിലെ 11 മണിക്ക് ഹാജരാകേണ്ടതാണ്. ഇടക്കോലി GHSS ദിവസവേതനാടിസ്ഥാനത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. അഭിമുഖം 20-ാം തീയതി രാവിലെ 10 മണിക്കാണ്. പാലാ മഹാത്മാഗാന്ധി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം താൽക്കാലിക ഗണിത അധ്യാപകരെ നിയമിക്കുന്നതിനായുള്ള അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ദെൻ തൊടുപുഴ ന്യൂമാൻ കോളേജ് കെമിസ്ട്രി വിഭാഗത്തിൽ അതിഥി അധ്യാപക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. 10-ാം തീയതി ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കല്ലാറ് വട്ടിയാർ ഗവൺമെന്റ് ഹൈസ്കൂൾ ഇംഗ്ലീഷ് തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്കുള്ള ഇന്റർവ്യൂ 8-ാം തീയതി 10:30-ന് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ കുമളി GVHSS TTI സ്കൂൾ LP തമിഴ് വിഭാഗത്തിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചൊവ്വാഴ്ച 11 മണിക്കും അതേപോലെ തന്നെ തൊടുപുഴ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള അഭിമുഖം ശനിയാഴ്ച 10:30-ന് നടക്കുന്നുണ്ട്. കൊച്ചി ഫ്രഞ്ച് ആർട്സ് ടൂറിസ്റ്റ് സ്റ്റഡീസ് വിഭാഗത്തിൽ മാനേജ്മെന്റ് ഗസ്റ്റ് ഫാക്കൽറ്റി ഒഴിവുകളിലേക്ക് വാക്ക്-ഇൻ ഇന്റർവ്യൂ 12-ാം തീയതി രാവിലെ 9 മണിക്ക് നടക്കും. കൊച്ചി എറണാകുളം SRV ഗവൺമെന്റ് മോഡൽ സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് ഗണിതശാസ്ത്ര അധ്യാപക ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. 8-ാം തീയതി രാവിലെ 10:30-ന് ഗണിതം, 11:30-ന് ഇംഗ്ലീഷ് ഇന്റർവ്യൂ നടക്കുന്നതാണ്. മട്ടാഞ്ചേരി വെല്ലിംഗ്ടൺ ഐലൻഡ് ഗവൺമെന്റ് ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് അധ്യാപക ഒഴിവുകളിലേക്ക് താല്പര്യമുള്ള ആളുകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഓക്കെ, 9-ാം തീയതി രാവിലെ 10:30-നാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. സൗത്ത് വാഴക്കുളം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ വിഭാഗം ഇംഗ്ലീഷ് UPST തസ്തികയിലേക്ക് ഒഴിവുണ്ട്. 8-ാം തീയതി രാവിലെ 10:30-നാണ് അഭിമുഖങ്ങൾ നടക്കുക. അസൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂൾ ഓഫീസിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. ഇരിഞ്ഞോൽ ഗവൺമെന്റ് VHSC ഡയറക്ടറി ഫാർമർ ഓന്റർപ്രണർഷിപ്പ് അധ്യാപക തസ്തികകളിലേക്ക് 8-ാം തീയതി രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നു. പെരുമ്പാവൂർ മാർത്തോമ വനിതാ കോളേജ് കമ്പ്യൂട്ടർ അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 10-ാം തീയതിക്കകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. പിറവം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവുകളുണ്ട്. അഭിമുഖം ജൂൺ 9-ാം തീയതി രാവിലെ 10 മണിക്കാണ് നടക്കുക. തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഷയങ്ങളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുകളുണ്ട്. അഭിമുഖം 23-ാം തീയതി ഉച്ചയ്ക്ക് 2:30-നാണ് നടക്കുന്നത്. കൊടകര ഗവൺമെന്റ് നാഷണൽ ബോയ്സ് ഹൈസ്കൂൾ ദിവസവേതനാടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. HST നാച്ചുറൽ സയൻസ് അഭിമുഖം തിങ്കളാഴ്ച 10:30-നാണ്. UPST ചൊവ്വാഴ്ച 10 മണിക്കും നടക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ എടത്തിരിഞ്ഞി HDP സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് നിയമനങ്ങൾക്കായി 11-ന് നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച 30-ാം തീയതിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അസൽ സർട്ടിഫിക്കറ്റുകളുമായി കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകാവുന്നതാണ്. നിങ്ങൾക്കറിയാം കേട്ടറ്റ് നിർബന്ധമാണ് ഡെയിലി വേജസ് ആണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ കേട്ടറ്റിന്റെ സർട്ടിഫിക്കറ്റുകൾ ഉള്ളവർ നിർബന്ധമായും സർട്ടിഫിക്കറ്റും അതേപോലെ ഇപ്പോഴത്തെ പ്രിന്റ് ഔട്ടും കയ്യിൽ കൊണ്ടുപോവേണ്ടതാണ് കേട്ടോ. ഇപ്പോൾ കേട്ടറ്റ് ക്വാളിഫൈ ചെയ്ത ആളുകളാണെങ്കിൽ ആ പ്രിന്റ് ഔട്ട് കയ്യിൽ കരുതാവുന്നതാണ്.
ഓക്കെ, അപ്പൊ ഇനി അടുത്ത കേട്ടറ്റിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പ്രീമിയം മെന്റർഷിപ്പ് ബാച്ച് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ആരംഭിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സോ കൊളീഗ്സോ അങ്ങനെ അറിയുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഷെയർ ചെയ്ത് കൂടെ കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്താണ് ചിറ്റൂർ ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് സ്കൂളിൽ അധ്യാപകരുടെയും FTM താൽക്കാലിക ഒഴിവുകളുണ്ട്. HST മലയാളം, ഇംഗ്ലീഷ്, ഗണിതം വിഷയങ്ങളിൽ UPST വിഭാഗത്തിലുമാണ് അധ്യാപക ഒഴിവുകൾ ഉള്ളത്. കൂടിക്കാഴ്ച 10-ാം തീയതി രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. UPST വിഭാഗത്തിൽ കൂടിക്കാഴ്ച 12 മണിക്ക് നടക്കുന്നതാണ് കേട്ടോ. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ കമ്പ്യൂട്ടർ സയൻസ് വിഭാഗത്തെ അധ്യാപക ഒഴിവുകളിലേക്കുള്ള കൂടിക്കാഴ്ച 11-ാം തീയതി 10 മണിക്കാണ്. പാലക്കാട് ആയങ്കാട് പോൾ മെറീന ഹയർ സെക്കൻഡറി സ്കൂളിൽ വേക്കൻസികൾ വന്നിട്ടുണ്ട്. 24-ാം തീയതി രാവിലെ 11 മണിക്കാണ് ഇന്റർവ്യൂ ഉള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് നിങ്ങൾക്ക് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിന്റെ ഓൾ കേരള വാക്കൻസി ചാനലിലൂടെ ലഭ്യമായിരിക്കും കേട്ടോ. അതിലേക്ക് ജോയിൻ ചെയ്യാൻ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കുഴൽമന്നം ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ പോളിടെക്നിക് കോളേജിൽ താൽക്കാലിക നിയമനങ്ങൾക്കായിട്ടുള്ള വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് വിഷയങ്ങളിൽ 10-ാം തീയതിയും ഇംഗ്ലീഷ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങൾക്ക് 10-ാം തീയതി ഉച്ചയ്ക്ക് 11 മണിക്കും 10-നും കോളേജിൽ കൂടിക്കാഴ്ച നടക്കുന്നുണ്ട്. 11-ാം തീയതി രാവിലെ 10 മണിക്കും കൂടിക്കാഴ്ചകൾ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് വിക്ടോറിയ ഗേൾസ് സ്കൂളിലാണെങ്കിൽ 10-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. ആലത്തൂർ ഗവൺമെന്റ് ഗേൾസിലാണെങ്കിൽ 12-ാം തീയതി 11 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. ഹിന്ദി, അറബിക് വിഷയങ്ങളിലേക്കാണ് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് കേട്ടോ. ചെത്തല്ലൂർ എടത്തനാട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ഗണിതം, അറബിക് അധ്യാപക തസ്തികകളിലേക്ക് 8-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ. അമ്പലപ്പാറ കടമ്പൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം ബോട്ടണി അധ്യാപക ഒഴിവുകളുണ്ട്. കൂടിക്കാഴ്ച 16-ാം തീയതിയാണ് നടക്കുന്നത്. പട്ടാമ്പി ഗവൺമെന്റ് ഹൈസ്കൂളിൽ FTC കൂടിക്കാഴ്ച 12-ാം തീയതി രാവിലെ 10:30-നും 11:30-നും സ്കൂളിൽ നടക്കുന്നുണ്ട്. കൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ അറബിക്, ബോട്ടണി, കെമിസ്ട്രി വിഭാഗങ്ങളിലാണ് ഒഴിവുകൾ ഉള്ളത്. ചൊവ്വാഴ്ച 10 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കൂറ്റനാട് തൃത്താല ഡോക്ടർ KBM MHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ബോട്ടണി, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ജൂനിയർ അറബിക് തസ്തികകളിലേക്ക് 22-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് പട്ടാമ്പി ഗവൺമെന്റ് UP സ്കൂളിൽ ഓഫീസ് അസിസ്റ്റന്റ് ഒഴിവുകളിലേക്ക് 6-ാം തീയതി രാവിലെ 11 മണിക്ക് ഇന്റർവ്യൂ നടക്കുന്നുണ്ട് കേട്ടോ. മഞ്ചേരി GHS സ്കൂൾ HST വിഭാഗത്തിൽ ബോട്ടണി, മലയാളം ജൂനിയർ അധ്യാപക ഒഴിവുകളിലേക്ക് നിയമനങ്ങൾ. ചൊവ്വാഴ്ച 10 മണിക്കാണ് ഇന്റർവ്യൂ. കാലടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന OPയിലേക്ക് ഡോക്ടറെ നിയമിക്കുന്നുണ്ട് കേട്ടോ. അഭിമുഖം തിങ്കളാഴ്ച രാവിലെ 9:30-നാണ്. അരീക്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം മലയാളം, കണക്ക്, FTM തസ്തികയിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. ചൊവ്വാഴ്ച രാവിലെ 10:30-നാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹിന്ദി അധ്യാപക നിയമനങ്ങൾ. യോഗ്യത 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും യോഗ്യതയായിട്ട് പറയുന്നുണ്ട്. 9-ാം തീയതി രാവിലെ 10:30-നാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കോഴിക്കോട് ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അധ്യാപക നിയമനങ്ങൾ. യോഗ്യത 55% മാർക്കോടുകൂടി ബിരുദാനന്തര ബിരുദവും നെറ്റും കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ രജിസ്റ്റർ ചെയ്തവരുമായിരിക്കണം. 9-ാം തീയതി രാവിലെ 10:30-നാണ് ഇന്റർവ്യൂ നടക്കുന്നത്. അതേപോലെ തന്നെ കോഴിക്കോട് ചാലപ്പുറം ഗവൺമെന്റ് അച്യുത ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സുവോളജി, മാത്സ് അധ്യാപക താൽക്കാലിക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം 15-ാം തീയതി 10 മണിക്കാണ് നടക്കുന്നത്. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒഴിവുകളുണ്ട്. 8-ാം തീയതിയാണ് ഇന്റർവ്യൂ നടക്കുക. കോഴിക്കോട് നടക്കാവ് GVHSS ഫോർ ഗേൾസ് HSST സ്റ്റാറ്റിസ്റ്റിക്സ് താൽക്കാലിക അധ്യാപക ഒഴിവുകളിലേക്കുള്ള അഭിമുഖം ജൂൺ 8-ാം തീയതി രാവിലെ 10 മണിക്കാണ്. പറയഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഫോർ ഗേൾസ് HST ഇംഗ്ലീഷ് താൽക്കാലിക ഒഴിവുകളിലേക്ക് രാവിലെ 8-ാം തീയതി രാവിലെ 10 മണിക്ക് ഇന്റർവ്യൂ ഉണ്ടായിരിക്കുന്നതാണ്. കോഴിക്കോട് കാരപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാത്സ് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 8-ാം തീയതി 2 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കൊയിലാണ്ടി ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഫിസിക്സ് തസ്തികയിലേക്ക് നിയമനം. അഭിമുഖം ജൂൺ 19-ാം തീയതി രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. മടപ്പള്ളി GHSS ദിവസവേതനാടിസ്ഥാനത്തിൽ HST ഉറുദു PET തസ്തികയിലേക്ക് താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നുണ്ട്. അഭിമുഖം 9-ന് രാവിലെ 10 മണിക്കാണ് നടക്കുന്നത്. അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. താലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസർ കൂടിക്കാഴ്ച 17-ാം തീയതിയാണ് നടക്കുന്നത്. തലപ്പുഴ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. അതേ മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിൽ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനങ്ങളാണുള്ളത്. 17-ാം തീയതി രാവിലെ 10 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. സൈക്കോളജിസ്റ്റ് നിയമനം. മാനന്തവാടി ഗവൺമെന്റ് കോളേജ് ക്യാമ്പസിൽ പ്രവർത്തിക്കുന്ന തൃശ്ശൂരിലേക്ക്
റൂസ ഗവൺമെന്റ് മോഡൽ ഡിഗ്രി കോളേജ് കരാർ അടിസ്ഥാനത്തിൽ നിയമനങ്ങൾ നടക്കുന്നു. 8-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. മാനന്തവാടി ദ്വാരക ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ദിവസവേതനാടിസ്ഥാനത്തിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകളിലേക്ക് ലെക്ചർ നിയമനം കൂടിക്കാഴ്ച കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ 11 മണിക്കും നടക്കുന്നുണ്ട്. പിണങ്ങോട് ഗവൺമെന്റ് UP സ്കൂൾ താൽക്കാലിക നിയമനങ്ങൾ നടക്കുന്നുണ്ട്. LPST നിയമനം കൂടിക്കാഴ്ച 8-ാം തീയതി രാവിലെ 10 മണിക്കാണ്. കല്ലൂര് ഗവൺമെന്റ് HSS താൽക്കാലിക അടിസ്ഥാനത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം കൂടിക്കാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കുന്നുണ്ട്. പനമരം ഗവൺമെന്റ് HSST സോഷ്യൽ സയൻസ്, HST ഫിസിക്കൽ സയൻസ്, UPST നിയമനങ്ങൾക്കായിട്ട് 9-ാം തീയതി 10:30 ഇന്റർവ്യൂ ഉണ്ടാവുക. കൽപ്പറ്റ മുണ്ടേരി GVHSS നിയമനങ്ങൾക്കായി കൂടിക്കാഴ്ച 9-ാം തീയതി രാവിലെ 10:30 നടക്കുന്നത്. മീനങ്ങാടി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിനനുബന്ധിച്ച് ചൂണ്ടൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് ദിവസവേതനാടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ടീച്ചർ നിയമനങ്ങൾ നടക്കുന്നുണ്ട്. 8-ാം തീയതി രാവിലെ 11 മണിക്കാണ് ഇന്റർവ്യൂ ഉണ്ടാവുക. കല്യാശ്ശേരി KPR ഗോപാലൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കെമിസ്ട്രി, സുവോളജി, ഇംഗ്ലീഷ് അഭിമുഖം 19-ാം തീയതി രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. ന്യൂ മാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാത്സുകളിലേക്ക് അഭിമുഖങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. ഓക്കെ. ശ്രീകണ്ഠപുരം, മേൽ ശ്രീകണ്ഠപുരം എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെ പട്ടികജാതി പ്രീമെട്രിക് ഹോസ്റ്റലിലേക്ക് ഹൈസ്കൂൾ വിഭാഗം ഗണിത, ഇംഗ്ലീഷ്, സോഷ്യൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, നാച്ചുറൽ സയൻസ് വിഭാഗങ്ങളിലേക്കുള്ള അഭിമുഖം വെള്ളിയാഴ്ച 10 മണിക്കാണ് നടക്കുന്നത്. ചപ്പാരപ്പട് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഇംഗ്ലീഷ് ജൂനിയർ അഭിമുഖം 22-ാം തീയതി 10:30 വരുന്നത്. കാളീശ്വരം ആലങ്കാട് നാരായണ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ UP വിഭാഗം അറബിക് അഭിമുഖം ബുധനാഴ്ച 3 മണിക്കാണ്. ചെറുപുഴ പുളിങ്ങോം GVHSS ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, ഡയറി ഫാർമർ, ഓൺട്രപ്രണർഷിപ്പ് നോൺ വൊക്കേഷണൽ ടീച്ചർ, കെമിസ്ട്രി അഭിമുഖം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്കാണ് നടക്കുന്നത്. വയകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗം ഫിസിക്കൽ സയൻസ് അഭിമുഖം ചൊവ്വാഴ്ച 10 മണിക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ന്യൂ മാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗം മാത്സ് അഭിമുഖം നടക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പേരാവൂർ മണത്തണ GHSS ഇംഗ്ലീഷ് ബോട്ടണി ഫിസിക്സ് അഭിമുഖം വ്യാഴാഴ്ച 10 മണിക്കാണ്. പുഴാത്തി ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂൾ LPST അഭിമുഖം 8-ാം തീയതി 11:30 ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. തളങ്കര GMVHSS തളങ്കര VHSC വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, ലാബ് ടെക്നീഷ്യൻ, ബയോളജി ആൻഡ് മെഡിക്കൽ ഡിവൈസ് നോൺ വൊക്കേഷണൽ ടീച്ചർ അഭിമുഖം 8-ാം തീയതി 11 മണിക്കാണ്. കാട്ടുകുക്കെ സുബ്രഹ്മണ്യേശ്വര ഹയർ സെക്കൻഡറി സ്കൂളിൽ വാക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 22-ാം തീയതി 10:30 ഇന്റർവ്യൂ ഉണ്ടാവുക. കാസർഗോഡ് തളങ്കര GMVHSS വിഭാഗത്തിൽ വൊക്കേഷണൽ ടീച്ചർ, നോൺ വൊക്കേഷണൽ ടീച്ചർ, എന്റർപ്രണർഷിപ്പ് അഭിമുഖം തിങ്കളാഴ്ച 11 മണിക്കാണ് നടക്കുക. മേൽപ്പറമ്പ് ചന്ദ്രഗിരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ അറബിക് മലയാളം അഭിമുഖം 8-ാം തീയതിയാണ് നടക്കുന്നത്. ഓക്കെ, ഇത്രയാണ് ഇപ്പൊ ഈ വന്നിട്ടുള്ള ഡെയിലി വേജസ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ഓൾ കേരള വേക്കൻസി ചാനലിന്റെ ലിങ്കും കൂടെ കമന്റ് ബോക്സ് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് കൂടെ ജോയിൻ ചെയ്താൽ കേരളത്തിലെ വിവിധ സ്കൂളുകളിലുള്ള ഏതൊക്കെ വിഷയങ്ങളാണ് ഇന്റർവ്യൂ ഉണ്ടാവുന്നത്, അത് എന്നുള്ള കാര്യം, എപ്പോഴായിരിക്കും ഇന്റർവ്യൂ എന്നുള്ള കാര്യം എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അവിടെ കോൺടാക്ട് ഡീറ്റെയിൽസ് സഹിതം നമ്മൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ മറക്കണ്ട, ലിങ്ക് കമന്റ് ബോക്സിലുണ്ട്. നമ്മുടെ എയിം സ്റ്റഡി സെന്റർ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. യൂട്യൂബ് കൂടെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻസ് എല്ലാം കൃത്യമായി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ മറ്റൊരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്